നയതന്ത്ര ലോകത്തെ പ്രമുഖ ശക്തികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയം കാണുന്നില്ല. അമേരിക്കയും സഖ്യകക്ഷികളും ഒരു വശത്തും ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും ചൈനയും അടങ്ങുന്ന ശക്തികൾ മറുവശത്തുമായി നിലയുറപ്പിക്കുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങൾ നിഷ്പ്രഭമായി മാറുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം അതിക്രമിച്ചുവെന്നും ഇനി യുദ്ധക്കളത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതെന്നുമുള്ള രീതിയിലാണ് ഇരുപക്ഷത്തെയും മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നത്. മേഖലയിലെ ഈ സൈനിക വിന്യാസം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ മേധാവിത്വത്തിനു വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഇസ്രയേലിനെ മുൻനിർത്തി അമേരിക്ക തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ലെബനന്റെ മണ്ണ് ഈ പ്രോക്സി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇസ്രയേലിന്റെ അത്യാധുനിക ആയുധ ശേഖരത്തിനു മുന്നിൽ തങ്ങളുടെ മിസൈൽ കരുത്തും സഖ്യസേനകളുടെ പോരാട്ട വീര്യവും ഉയർത്തിക്കാട്ടാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന കടുത്ത പ്രതികരണം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകർ പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ടെഹ്റാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ സാധ്യതയേറെയാണ്. കൂടാതെ ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ ജലപാതകൾ ഉപരോധിച്ചുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും ഇറാനുണ്ട്. ഇത്തരമൊരു നീക്കമുണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയെയും വ്യാപാരത്തെയും ദോഷകരമായി ബാധിക്കും. മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയാണ്. ലബനനിൽ ഇസ്രയേൽ സമീപ ദിവസങ്ങളിൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് മേഖലയിലെ സമവായ സമവാക്യങ്ങളെ പൂർണ്ണമായി തകിടം മറിച്ചത്. തങ്ങൾ നിശ്ചയിച്ചിരുന്ന എല്ലാ ചുവപ്പ് രേഖകളും ഇസ്രയേൽ ലംഘിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയതോടെ ഒരു പ്രാദേശിക പ്രതിസന്ധി എന്നതിനപ്പുറം ഇതൊരു ആഗോള യുദ്ധഭീഷണിയായി മാറിയിരിക്കുകയാണ്. ലബനിലെ ആക്രമണങ്ങൾ കേവലം ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് ടെഹ്റാൻ വിലയിരുത്തുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ ഇറാൻ ഭരണകൂടം നൽകിയ നേരിട്ടുള്ള താക്കീത് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കടുത്ത സൈനിക നീക്കങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. വെറുമൊരു നയതന്ത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങുന്നതല്ല തങ്ങളുടെ നിലപാടെന്നും അതിർത്തികൾ ലംഘിക്കപ്പെട്ടാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ പരമോന്നത നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഈ ആക്രോശങ്ങൾക്ക് പിന്നിൽ വാഷിംഗ്ടണിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കർശനമായ സന്ദേശമാണ് നയതന്ത്ര ചാനലുകൾ വഴി ടെഹ്റാൻ കൈമാറിയിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ലബനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമസേന വിനാശകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഇത് മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുക മാത്രമല്ല, പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത പ്രതിരോധ അച്ചുതണ്ടിന്റെ അടിത്തറ ഇളക്കാൻ ഉദ്ദേശിച്ചുള്ളതുമായിരുന്നു. ലബനിലെ തങ്ങളുടെ സഖ്യശക്തികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതാക്രമണവും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ പരാജയമായി മാറുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. യുദ്ധം മുറുകുകയാണെങ്കിൽ ഇന്ധന വിതരണം തടസ്സപ്പെടുകയും ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. വികസ്വര രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും കപ്പൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതും വ്യവസായ മേഖലയ്ക്ക് വൻ നഷ്ടമാണ് വരുത്തിവെക്കുക. ഈ ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. ലബനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭയചകിതരായി തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ബോംബാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ആശുപത്രികളിൽ നിറയുന്ന പരിക്കേറ്റവരും യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ അതിന്റെ വില നൽകേണ്ടി വരുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല, മറിച്ച് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണെന്ന സത്യം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ സൈന്യം ഏത് നിമിഷവും കൽപ്പനകൾ അനുസരിക്കാൻ സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിർത്തികളിൽ മിസൈൽ വിന്യാസം പൂർത്തിയാക്കിയതായും ശത്രുവിന്റെ ഏത് നീക്കത്തിനും സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു.
ഇത് വെറുമൊരു മനഃശാസ്ത്രപരമായ യുദ്ധമുറ മാത്രമല്ല, മറിച്ച് വ്യക്തമായ ആസൂത്രണത്തോടെയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ്. തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന കടുത്ത സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും സൈന്യവും ഇറാന്റെ നീക്കങ്ങളെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ടെഹ്റാനിൽ നിന്നുള്ള സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആകാശത്തെ കാക്കുന്ന അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ടെങ്കിലും ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ വന്നാൽ അത് പ്രതിരോധിക്കുക എളുപ്പമാകില്ലെന്ന് ഇസ്രയേലിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തെക്കാൾ ആക്രമണത്തിന് മുൻഗണന നൽകാനാണ് അവരുടെ തീരുമാനം. മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയാണ്. ലബനനിൽ ഇസ്രയേൽ സമീപ ദിവസങ്ങളിൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് മേഖലയിലെ സമവായ സമവാക്യങ്ങളെ പൂർണ്ണമായി തകിടം മറിച്ചത്. തങ്ങൾ നിശ്ചയിച്ചിരുന്ന എല്ലാ ചുവപ്പ് രേഖകളും ഇസ്രയേൽ ലംഘിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയതോടെ ഒരു പ്രാദേശിക പ്രതിസന്ധി എന്നതിനപ്പുറം ഇതൊരു ആഗോള യുദ്ധഭീഷണിയായി മാറിയിരിക്കുകയാണ്. ലബനിലെ ആക്രമണങ്ങൾ കേവലം ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് ടെഹ്റാൻ വിലയിരുത്തുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ ഇറാൻ ഭരണകൂടം നൽകിയ നേരിട്ടുള്ള താക്കീത് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കടുത്ത സൈനിക നീക്കങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. വെറുമൊരു നയതന്ത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങുന്നതല്ല തങ്ങളുടെ നിലപാടെന്നും അതിർത്തികൾ ലംഘിക്കപ്പെട്ടാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ പരമോന്നത നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഈ ആക്രോശങ്ങൾക്ക് പിന്നിൽ വാഷിംഗ്ടണിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കർശനമായ സന്ദേശമാണ് നയതന്ത്ര ചാനലുകൾ വഴി ടെഹ്റാൻ കൈമാറിയിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ലബനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമസേന വിനാശകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഇത് മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുക മാത്രമല്ല, പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത പ്രതിരോധ അച്ചുതണ്ടിന്റെ അടിത്തറ ഇളക്കാൻ ഉദ്ദേശിച്ചുള്ളതുമായിരുന്നു. ലബനിലെ തങ്ങളുടെ സഖ്യശക്തികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതാക്രമണവും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ പരാജയമായി മാറുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. നയതന്ത്ര ലോകത്തെ പ്രമുഖ ശക്തികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയം കാണുന്നില്ല. അമേരിക്കയും സഖ്യകക്ഷികളും ഒരു വശത്തും ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും ചൈനയും അടങ്ങുന്ന ശക്തികൾ മറുവശത്തുമായി നിലയുറപ്പിക്കുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങൾ നിഷ്പ്രഭമായി മാറുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം അതിക്രമിച്ചുവെന്നും ഇനി യുദ്ധക്കളത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതെന്നുമുള്ള രീതിയിലാണ് ഇരുപക്ഷത്തെയും മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നത്. മേഖലയിലെ ഈ സൈനിക വിന്യാസം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ മേധാവിത്വത്തിനു വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഇസ്രയേലിനെ മുൻനിർത്തി അമേരിക്ക തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ലബനന്റെ മണ്ണ് ഈ പ്രോക്സി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇസ്രയേലിന്റെ അത്യാധുനിക ആയുധശേഖരത്തിനു മുന്നിൽ തങ്ങളുടെ മിസൈൽ കരുത്തും സഖ്യസേനകളുടെ പോരാട്ട വീര്യവും ഉയർത്തിക്കാട്ടാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന കടുത്ത പ്രതികരണം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകർ പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ടെഹ്റാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ സാധ്യതയേറെയാണ്. കൂടാതെ ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ ജലപാതകൾ ഉപരോധിച്ചുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും ഇറാനുണ്ട്. ഇത്തരമൊരു നീക്കമുണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയെയും വ്യാപാരത്തെയും ദോഷകരമായി ബാധിക്കും.